ജനങ്ങൾ ആവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് പെർസെൻറ്റേജ് കാണുന്നത്. 2021 ഞാൻ മത്സരിച്ചപ്പോൾ ഉണ്ടായ പെർസെൻറ്റേജിൻ്റെ അടുത്തേക്ക് എത്താൻ 76% ആയിരുന്നു 21. 75.37% എന്ന് പറഞ്ഞാൽ 1%, അര ശതമാനത്തിൻ്റെ കുറവ് ആണ് രേഖപ്പെടുത്തിയത്. അതും ഈ കടുത്ത മഴയിൽ, ഈ കാലാവസ്ഥാ പ്രശ്നങ്ങളിൽ ജനങ്ങൾ എന്തുകൊണ്ട് ഇത്ര അധികം വോട്ട് ചെയ്തു? മറുപടി പറയേണ്ടവർ ഇതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഞാൻ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞവരാണ്. മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം 1,74,667 വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ 2021 പോൾ ചെയ്തത് 1,73,443 എന്ന് പറഞ്ഞാൽ 1,224 വോട്ട് 21-നേക്കാളും ഇപ്പോൾ തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇനി ഇതിൽ പ്രായം ചെന്നവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്ത വോട്ടും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ എവിടെയാണ് ജനം, എങ്ങനെയാണ് ഇത് ഏറ്റെടുത്തത്? ഇത്ര വാശിയോട് കൂടിയിട്ട് ജനം ഇത് ഏറ്റെടുത്തതിൻ്റെ റിസൾട്ട് തിങ്കളാഴ്ച രാവിലെ 10 മണിയാകുമ്പോഴേക്കും നമുക്കറിയാം. മറ്റൊരു അത്ഭുതാവഹമായ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. എനിക്ക് പിന്തുണ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് സഹോദരിമാരുടെയും അമ്മമാരുടെയും വോട്ടാണ്. ഇവിടെ ആ പുരുഷന്മാർ വോട്ട് ചെയ്തത് 81,007 വോട്ടാണ് പുരുഷന്മാർ ചെയ്തത്. എന്നാൽ സ്ത്രീ വോട്ട് 93,658 എന്ന് പറഞ്ഞാൽ 12,651 വോട്ട് കൂടുതലാണ് സ്ത്രീകൾ ചെയ്തിട്ടുള്ളത്. പുരുഷനും സ്ത്രീകളും തമ്മിലുള്ള മണ്ഡലത്തിലെ വ്യത്യാസം ഏകദേശം 2000 ചില്ലാൻ സ്ത്രീകൾ കൂടുതലാണ്. അത് ലോജിക്കലായി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ 12,651 സ്ത്രീ വോട്ടർമാർ വോട്ട് വർദ്ധിപ്പിച്ച് കൂടുതൽ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് തലക്ക് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഇതിന് തൊട്ട് മുമ്പ് നടന്ന വയനാട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, അതിൽ 61 ചില്ലാനം പെർസെൻറ്റേജ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി, വെറും 61.7. ആ സ്ഥാനത്താണ് 76%, 0.25% കുറവുള്ളതിലേക്ക് ഈ പറയുന്ന വോട്ട് രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ഈ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കുറവ് സ്ത്രീ വോട്ടർമാരാണ്. പെർസെൻറ്റേജ് ഈ പറയുന്നത് 61 എന്ന് പറയുമ്പോൾ 61.7 എന്ന് പറയുമ്പോൾ ഏകദേശം 14% കുറഞ്ഞു. 21 നടന്ന തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ടർമാർ ഇവിടെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് PV അൻവർ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന വാദഗതി എവിടെയും നിൽക്കുന്നില്ല.